ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ പിടിയിൽ. കുടുംബത്തോടൊപ്പം ജോലി തേടിയെത്തിയ അസം സ്വദേശിനിയെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ബലാത്സംഗം ചെയ്തു.
സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തൂവൽ കുടുംബ ആരോഗ്യ കേന്ദ്രം. വിശദമായ വാർത്തകളിലേക്ക്. ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ പിടിയിൽ. RG വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥനെയാണ് ഇന്ന് പുലർച്ചെ മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷും സംഘവും പിടികൂടിയത്. ഇടുക്കി കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ കടത്തും വിൽപ്പനയും വ്യാപകമായതിനെ തുടർന്ന് പോലീസും എക്സൈസും പരിശോധന കർശനമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ MDMAയുമായി യുവാക്കളെ തൊടുപുഴ പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എക്സൈസ് നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സിനിമ മേക്കപ്പ് മാനെ കഞ്ചാവുമായി പിടികൂടിയത്. ആവേശം, പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനേമൻ തുടങ്ങി നിരവധി സിനിമകളിൽ മേക്കപ്പ് മാനായി പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജിത്താണ് എക്സൈസ് പിടിയിലായത്. 45 ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തു. ഇടുക്കിയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന അട്ടഹാസം സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത്. വാഗമൺ റോഡിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സിനിമ സെറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യ വിവരവും എക്സൈസിനുണ്ടായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് കുമാർ, പ്രിവന്റീവ് ഓഫീസർ രാജേഷ് VR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഷറഫ് അലി, ചാൾസ് എഡ്വിൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. കുടുംബത്തോടൊപ്പം ജോലി തേടിയെത്തിയ ആസാം സ്വദേശിനിയെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ബലാത്സംഗം ചെയ്തു. സംഭവത്തിൽ 4 ആസാം സ്വദേശികളെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം സ്വദേശികളായ സദാ ഹുസൈൻ, അജിം ഉദ്ദീൻ, മുഗീബുർ റഹ്മാൻ, കൈറുൽ ഇസ്രാം എന്നിവരാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. ബലാത്സംഗത്തിന് ഇരയായ സ്ത്രീയുടെ ഭർത്താവിൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഇവർ വെള്ളിയാഴ്ച രാത്രി 9ഓടെ നെടുങ്കണ്ടത്തിന് സമീപം താന്നിമൂട്ടിലെത്തിയത്. താന്നിമൂട്ടിലെ കട്ടക്കളത്തിനോട് ചേർന്നുള്ള ഷെഡിലാണ് ഇവരുടെ സുഹൃത്ത് മറ്റ് 6 ഇതര സംസ്ഥാന തൊഴിലാളികളോടൊപ്പം താമസിച്ചിരുന്നത്. രാത്രി 10ഓടെ മദ്യപിച്ച പ്രതികൾ സ്ത്രീയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുകയും പ്രതികളിലൊരാളായ സദ്ദാം ഹുസൈൻ സ്ത്രീയെ കുളിമുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. തുടർന്ന് മറ്റു 3 പ്രതികൾ സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഇവിടെ നിന്നും ഇറങ്ങിയ സ്ത്രീയും ഭർത്താവും നെടുങ്കണ്ടത്തെത്തി വിവരം ഓട്ടോറിക്ഷ തൊഴിലാളികളെ അറിയിക്കുകയായിരുന്നു. ഇവർ പറഞ്ഞതനുസരിച്ച് ദമ്പതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പരാതി നൽകുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ഒരു സ്റ്റേഷനിൽ ഹാജരായി അവർക്ക് ആസാം സ്വദേശിനിയായ ഒരു ഭാര്യയും ഭർത്താവും അവർ ഇന്നലെ രാത്രി ജോലി അന്വേഷിച്ച് നെടുങ്കണ്ടത്തെത്തിയാണെന്ന് അറിയിച്ചു. തുടർന്ന് അവരൊരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ആ സുഹൃത്തിൻ്റെ താമസ സ്ഥലത്ത് രാത്രി 10 മണിയോടെ അവരെത്തുകയും തുടർന്ന് സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏകദേശം രാത്രി 8 മണിയോടെ എത്തി. ഏകദേശം 10 മണിയായപ്പോഴത്തേനും സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ മദ്യപിച്ചതിന് ശേഷം ഇയാളെ ഭർത്താവിനെ മാറ്റൊരു മുറിയിലേക്കാക്കി ഒരാൾ ഭാര്യയെ ബലാത്സംഗം ചെയ്യുകയും മറ്റു 3 പേർ അവരോട് മോശമായിട്ട് ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെ അവർ റൂമിൽ നിന്ന് നെടുങ്കണ്ടം ടൗണിലെത്തി ഇപ്പോൾ അവിടെ ആൾക്കാരെ കാണുകയും ആൾക്കാരോട് അവർക്ക് ബുദ്ധിമുട്ടുകളെ പറ്റി അറിയിച്ചപ്പോൾ അവർ പോലീസ് സ്റ്റേഷൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇവർ നെടുങ്കണ്ടത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നവരാണ്. നെടുങ്കണ്ട CI ജെർലിൻ വി സ്കറിയ, ASI ഹരികുമാർ, CPOമാരായ ജോമോൻ, ജിതിൻ, രഞ്ജു, റസിയ, മിഥു എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തൂവൽ കുടുംബ ആരോഗ്യ കേന്ദ്രം. ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമ്പോഴും ചികിത്സാലയത്തിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാകുന്നതെന്നാണ് വിവരം. ദിവസവും നിരവധിയായ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കേന്ദ്രമാണ് വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രം. മെച്ചപ്പെട്ട സേവനം രോഗികൾക്ക് ഇവിടെ നിന്ന് ലഭ്യമായി വരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചികിത്സാലയം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ മതിയാം വിധം സ്ഥല സൗകര്യമില്ലാത്തത് ഈ ചികിത്സാ കേന്ദ്രത്തെ വീർപ്പുമുട്ടിക്കുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മുമ്പുണ്ടായിരുന്നു. എന്നാൽ കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ്
പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാകുന്നതെന്ന് വെള്ളത്തോവൽ ഗ്രാമപഞ്ചായത്ത് അംഗം KB ജോൺസൺ പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നതിന് പ്രധാന കാരണം ആ 70 സെൻറ്റ് സ്ഥലം ഇപ്പോൾ KIC ബോർഡിൻ്റെ അധീനതയിലാണ്. നമുക്കത് വിട്ടുകിട്ടിയാൽ മാത്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റി ഏതാണ്ട് 450-ലധികം വരുന്ന പാലിയേറ്റീവ് രോഗികളും ദിനം പ്രതി 350-ൽ പരം ആളുകൾ OPയിലും വന്ന് ഡോക്ടറെ കാണുന്ന ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ബിൽഡിംഗ് പണിയുവാനോ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനോ കഴിയുമോ? ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ധാരണയിലെത്തേണ്ടുന്ന വകുപ്പുകൾ ഏറ്റവും വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം, സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന കേന്ദ്രത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ഇനിയും വൈകിപ്പിക്കരുതെന്നും ആവശ്യമുയരുന്നു. സിറ്റി വിഷൻ, അടിമാലി. CST സഭ വൈദികനായ ജോസ് കുഴിമുള്ളിൽ ഫാദർ എബിൻ്റെ സ്മരണയ്ക്കായി മുല്ലക്കാനം സാൻജോ കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച 3ാമത് ഫാദർ എബിൻ മെമ്മോറിയൽ സാൻജോ വോളിബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് ലിസ കോളേജ് ടീം ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ തിരുപ്പൂർ ആർസൺ അമേരിക്ക ടീമിനെ 2-3 സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകളാണ് മത്സരങ്ങളിൽ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി മത്സരിച്ചത്. 1ാം സ്ഥാനക്കാർക്ക് 30,001 രൂപ ക്യാഷ് അവാർഡും ഫാദർ എബിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് 25,001 രൂപ ക്യാഷ് അവാർഡും സാൻജോ എവറോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു. പ്രാദേശിക ടീമുകളുടെ മത്സരത്തിൽ ചേറ്റുകുഴി സിക്സസ് 1ാം സ്ഥാനവും പ്രകാശ് സിക്സസ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് യഥാക്രമം 10,001, 501 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി. സമാപന സമ്മേളനം CST ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച ആദ്യകാല വോളിബോൾ താരം വക്കച്ചൻ പുള്ളിയിൽ, കേരളത്തിനകത്തും പുറത്തും വോളിബോൾ മത്സരങ്ങൾ സ്ഥിരമായി കാണാനെത്തുന്ന പാലാക്കാരൻ ജോസഫ്, 42 വർഷമായി വോളിബോൾ റഫറിയായി പ്രവർത്തിക്കുന്ന പനാമ തോമസ്, ദുബായിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ വോളി ടൂർണമെന്റിൽ വിജയിച്ച ഇന്ത്യൻ ടീമംഗം ബാബു രാജാക്കാട് എന്നിവരെ ആദരിച്ചു. വൈസന്മാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നിൽ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോബിൻ പേണാട്ടുകുന്നിൽ, കൺവീനർ ബോസ് തകിടിയൽ, കോർഡിനേറ്റർ സിബി പട്ടംബ്ലാക്കൽ, ബർസർ ഫാദർ അരുൺ കോയിക്കാട്ടുചിറ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി, കോളേജ് ചെയർമാൻ ലിൻസോ ജോണി, പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി പാലക്കാട്ട്, പുഷ്പലത സോമൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂത്തുമ്പി 2025 എന്ന പേരിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. രാജാക്കാട് SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ കിഡ്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജാക്കാട്, രാജകുമാരി, സേനാപതി, വൈസൻവാലി എന്നീ പഞ്ചായത്തുകളിലെ അംഗൻവാടി ടീച്ചർമാരെയും ആയമാരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കിഡ്സ് ഫെസ്റ്റ് പൂത്തുമ്പി 2025 സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ജെയിൻ KP അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജാക്കാട് SNDP യോഗം പ്രസിഡന്റ് MB ശ്രീകുമാർ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കടന്നവരായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട മാനേജർ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ് അംഗൻവാടി വിദ്യാഭ്യാസം. ആ അംഗൻവാടികളിലെ വിദ്യാഭ്യാസ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന അംഗൻവാടി ടീച്ചേഴ്സിനെയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, അവരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അടിത്തറ. കുട്ടികൾക്കായി കളറിൽ മത്സരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തലത്തിൽ 1ഉം 2ഉം സ്ഥാനം കിട്ടിയവർക്ക് സമ്മാനങ്ങൾ നൽകി. എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. ജില്ലാ തലത്തിൽ മികച്ച അംഗൻവാടി സൂപ്പർവൈസർക്കുള്ള ആദരവ് ലഭിച്ച സിനി ടീച്ചറെ ആദരിച്ചു. എല്ലാ അംഗൻവാടി ടീച്ചർമാർക്കും ആയമാർക്കും സ്നേഹോപഹാരം നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീനി KR, ശാഖാ പ്രസിഡന്റ് സുരേന്ദ്രൻ, PTA പ്രസിഡന്റ് ഉല്ലാസ്, സ്റ്റാഫ് സെക്രട്ടറി രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജിജിമോൻ, ഷൈബി, ഗിരീഷ്, സതീശൻ CT, സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീനി KR, ശാഖാ പ്രസിഡന്റ് സുരേന്ദ്രൻ,
PTA പ്രസിഡന്റ് ഉല്ലാസ്, സ്റ്റാഫ് സെക്രട്ടറി രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജിജിമോൻ, ഷൈബി, ഗിരീഷ്, സതീശൻ CT, അഞ്ജലി, സനിത, അനൈദിവ്യ, അശ്വതി, ആതിര, ശ്രീജ, രാജമ്മ, ആര്യ, അശ്വിനി, മഞ്ജു, സിമി, അമ്പിളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനിയൊരു ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണ് ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാറിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘടന ഹൈക്കോടതിയിൽ. വാക്കിംഗ് ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഈ മാസം 10-ന് കോടതി പരിഗണിക്കും. മൂന്നാറിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘടന പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. വാക്കിംഗ് ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് 10-ാം തീയതി കോടതി പരിഗണിക്കും. ഒരു മാസം മുമ്പാണ് ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാനയും പടയപ്പ എന്ന് വിളിക്കുന്ന കാട്ടാനയും തമ്മിൽ മൂന്നാറിന് സമീപം കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ വെച്ച് ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് വലത് മുൻകാലിന്റെ മുട്ടിനു മുകളിൽ പരിക്കേറ്റിരുന്നു. തുടർന്ന് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുകയും അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ നേരിട്ടെത്തി ആനയെ കാണുകയും ചെയ്തിരുന്നു. പരിക്ക് ഗുരുതരമല്ലെന്നും മുറിവ് കരിയുന്നുണ്ടെന്നുമായിരുന്നു അന്ന് കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പിന്റെ RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് മൃഗസ്നേഹികളുടെ സംഘടന പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. സിറ്റി വിഷൻ, മൂന്നാർ. സംസ്ഥാന ഗവൺമെന്റ് സാമൂഹ്യ സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശലഭ ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി.
എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പ്രകൃതി സൗഹൃദവും ആകർഷകവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഇടുക്കി രാമക്കൽമേട്ടിൽ ശലഭ ഉദ്യാനം നിർമ്മിച്ചു. പൊതുഭരണ വകുപ്പിന് കീഴിലെ സാമൂഹിക സന്നദ്ധ സേനയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശലഭ ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുക. ഇടുക്കിയിൽ ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിലെ NSS യൂണിറ്റുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മുമ്പുണ്ടായിരുന്ന പ്രകൃതി ഭംഗി അതേപടി നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്ക് പിന്നിലുള്ളത്. ഇതിനോടൊപ്പം കൂടുതൽ സഞ്ചാരികളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുകയും ലക്ഷ്യമാണ്. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് NSS യൂണിറ്റും ഡയറക്ടറേറ്റ് ഓഫ് സാമൂഹ്യ സന്നദ്ധ സേനയും കൂടി ചേർന്ന് അഴകേറും രാമക്കൽമേട് എന്നുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രകൃതിയെ പുനർജീവിപ്പിക്കുകയും ശലഭോദ്യാനം നടത്തുകയും ചെയ്യാനാണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം. അതിനുവേണ്ടി ചെടികൾ നടുകയും അതുപോലെ തന്നെ അടുത്തുള്ള ക്ലീനിങ് പരിപാടികൾ കാര്യങ്ങളെല്ലാം നടത്തുകയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. രാമക്കൽമേട്ടിൽ നിലമൊരുക്കി ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് ശലഭ ഉദ്യാനം ഒരുക്കിയത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല കോളേജിലും 250-ലധികം NSS യൂണിറ്റ് അംഗങ്ങളുടെ വീടുകളിലും ശലഭോദ്യാനങ്ങൾ നിർമ്മിക്കുമെന്ന് NSS ഭാരവാഹികളും വ്യക്തമാക്കി. ഒന്നാം ഘട്ടമായി രാമക്കൽമേടിൽ ശലഭോദ്യാനം നിർമ്മിക്കുകയും അതിനെ കണ്ടിന്യൂ ആയിട്ട് രണ്ടാം ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിൽ ശലഭോദ്യാനം നിർമ്മിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടുത്ത ഘട്ടമായി 250-ൽ പരം NSS വോളണ്ടിയർമാരുള്ള അവരുടെ ഭവനാങ്കണത്തിൽ തന്നെ ഈ ശലഭോദ്യാനം നിർമ്മിക്കാനാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഘട്ടമായി ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പദ്ധതി നടപ്പാക്കുവാനാണ് സാമൂഹ്യ സന്നദ്ധ സേന ലക്ഷ്യം വെക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബഡ്ജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയെന്നാരോപിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദേവികുളം MLA ഓഫീസിലേക്ക് വായ് മൂടിക്കെട്ടി മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ MLA ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബഡ്ജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന 611 കോടി രൂപ വെട്ടിച്ചുരുക്കിയെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആരോപണം. സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഭരണകക്ഷിയിലെ 14 പട്ടികജാതി സംവരണ വിഭാഗത്തിൽപ്പെട്ട MLAമാർ പ്രതികരിച്ചില്ലെന്നും ദളിത് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ 14 MLAമാരുടെയും ഓഫീസിലേക്ക് ദളിത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത്. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് രാജ MLAയുടെ ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ധർണാ സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി 1950 കാലഘട്ടം മുതൽ തെരഞ്ഞെടുപ്പിനോടുകൂടി വന്നിട്ടുള്ള ഒരുപാട് സർക്കാരുകൾ ഉള്ള ഈ ഗവൺമെന്റ് അന്നത്തെ നിയമം അനുസരിച്ച് ഭരണഘടന വിധി അനുസരിച്ച് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തനി സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു പുതിയ സ്കീം, സെപ്പറേറ്റ് സ്കീം ഉണ്ടാക്കി കൊടുക്കണം എന്ന് അന്നത്തെ ഗവൺമെന്റും ഭരണഘടന വിധി അനുസരിച്ച് ഏർപ്പാട് ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് അടിമാലി ദേവികുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടന്നത്. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PA സജി അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും പ്രതിനിധികൾ സമരത്തിൽ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ദളിത് കോൺഗ്രസിനെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് A രാജ MLA. സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബഡ്ജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയെന്നാരോപിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് ഇന്നലെ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ദളിത് കോൺഗ്രസിന്റെ MLA ഓഫീസ് മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി തുക സംസ്ഥാന സർക്കാർ പിന്നോക്ക വിഭാഗത്തിനായി ഇത്തവണ ബഡ്ജറ്റിൽ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും MLA അടിമാലിയിൽ പറഞ്ഞു. ഈ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിപ്പോയി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം നൽകിയ തുകയിനേക്കാൾ ഏകദേശം 208 കോടി രൂപയാണ് കൂടുതലായി ഈ വർഷ ബഡ്ജറ്റിൽ SC/ST വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ ST വിഭാഗത്തിന് മാത്രമായിട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 859 കോടി ഇത്തവണ 920 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്
ഫെബ്രുവരി മാസം 1-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് വന്നു. ആ ബഡ്ജറ്റിൽ SC/ST വിഭാഗത്തിന് ഇന്ത്യയിൽ തന്നെ 15% വരുന്ന SC/ST വിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഏകദേശം 13,000 കോടിയാണ്. ആ 13,000 കോടിയിൽ നിന്ന് 2,800 കോടി രൂപ വെട്ടിച്ചുരുക്കിയപ്പോൾ കോൺഗ്രസ്സുകാർ അതിനെതിരെ പ്രതിഷേധം ഉയർത്താൻ തയ്യാറായിട്ടില്ല. ഈ ഗവൺമെൻറ് ഈ ദേവികുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 25 നഗറുകളിൽ SC മേഖല ഉണ്ട്, അതിൽ ST മേഖല ഉണ്ട്. ഈ നഗറുകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഏകദേശം 25 കോടി രൂപയാണ് മുടക്കി കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടിമാലി പ്രദേശത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ പിടിയിൽ. കുടുംബത്തോടൊപ്പം ജോലി തേടിയെത്തിയ അസാം സ്വദേശിനിയെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ബലാത്സംഗം ചെയ്തു. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തൂവൽ കുടുംബ ആരോഗ്യ കേന്ദ്രം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡ്ഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.